അസ്സലാമലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നൂഡിൽസ് വെച്ച് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പലഹാരത്തിൻ്റേതാണ്. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പലഹാരം ഉണ്ടാക്കാനായി ഞാനിവിടെ 2 ചെറിയ പാക്കറ്റ് നൂഡിൽസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് വെജിറ്റബിളാണ്. ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു സവാള, ഒരു കഷ്ണം കാബേജ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ പീസുകൾ മുറിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മുളകും ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയും ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിനായി പാകത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇപ്പോൾ ആരും വീഡിയോ കാണുന്നില്ല തോന്നുന്നുണ്ട്, വളരെ കുറവാണ് വ്യൂസൊക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ എരിവ് കുറവാണ്, അതുപോലെ പൊടിയും കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2ാമത്തെ പാക്കറ്റിൽ നിന്നും ഒരു പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം 1 സ്പൂണായിട്ടാണ് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ മിക്സ് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്കൊരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അരക്കുന്ന സമയത്ത്, പറയാൻ വിട്ടുപോയതാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പാലിൻ്റെ മിക്സ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച വെജിറ്റബിളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നൂഡിൽസാണ്. ഞാൻ 2 പാക്കറ്റ് ചെറിയ പാക്കറ്റ് നൂഡിൽസാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 1/4 ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്, കാരണം ഇത് തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ഈ പാലിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇതിൽ ബാക്കി വെക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രത്തിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് നെയ്യ് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. നല്ലതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം പാലിൻ്റെ മിക്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി മാറ്റി വെച്ച പൊട്ടറ്റോ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, സവോളയും ക്യാപ്സിക്കും, അതും കൂടി ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പാസ്ത കൊണ്ട് ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു അത് കഴിക്കാൻ. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ നൂഡിൽസ് കഴിക്കുമെങ്കിലും തീരെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഒരു കേക്ക് പോലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമല്ലോ എന്ന്. പക്ഷേ നല്ല അടിപൊളി തന്നെയായിരുന്നു. സക്സസ് ആയിട്ടുള്ളൊരു നൂഡിൽസ് പലഹാരം തന്നെയാണ്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. എനിക്കും കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ.
അപ്പോൾ ഇനി നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ വെറുതെ നൂഡിൽസ് ഉണ്ടാക്കാറാണല്ലോ. അപ്പോൾ എല്ലാവരും ഇനി നൂഡിൽസ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണല്ലോ. വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അടിപൊളി തന്നെയായിരുന്നു. സോസ് പാൻ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ പഴയൊരു പാനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അടിയിൽ കരിഞ്ഞു പിടിക്കുന്നുള്ള പേടിയില്ലല്ലോ. ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് 2 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റും കൂടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കാരണം ഒരുപാട് കുക്കാവാനൊന്നുമില്ല, എല്ലാതും കുക്കായി വന്നിട്ടുള്ളതല്ലേ. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടിയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി പലഹാരമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നന്നായി കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.